ഡാലിയ വേൾഡ് കപ്പ് 26 അവസാനത്തെ എപ്പിസോഡിൽ ഇന്നലെ നടന്ന ഫൈനലിനെ പറ്റിയുള്ള ഡിസ്കഷനാണ്. അപ്പോൾ ഹരി, EA സ്പോർട്സിൻ്റെ പ്രവചനം ഫലിച്ചിരിക്കുകയാണ്. സ്പെയിൻ തന്നെ കപ്പെടുത്തിരിക്കുകയാണ്. 1-0 അർജൻറ്റീന തോൽപ്പിച്ചു. 106ാമത്തെ മിനിറ്റിൽ ഫെറാൻ ടോറസ് സബ്ബായിട്ട് വന്ന ഫെറാൻ ടോറസിൻ്റെ ഒരു ഗോൾ മികവിലൂടെ സ്പെയിൻ ജയിച്ചു. അപ്പോൾ 2010 പോലെ തന്നെ അവർ ഫൈനലിൽ കയറി കപ്പടിച്ചു. ഈ പ്രാവശ്യം ഫൈനലിൽ കയറി. അപ്പോൾ അതായത് 2 പ്രാവശ്യം ഫൈനലിൽ കയറി 2 പ്രാവശ്യം കപ്പെടുത്തൊരു ടീമാണ്. ഈ ഇപ്പോഴത്തെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന തോൽപ്പിച്ചാണ് അവർ ഫൈനലാക്കിയത്. പക്ഷേ ഒരു ചാമ്പ്യൻ ടീമിൻ്റെ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു നിലവാരത്തിലുള്ളൊരു പെർഫോമൻസ് ആയിരുന്നില്ല അർജന്റീനയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെ കാണുന്നു ആ മാച്ചിനെ? ഈ 2010 തൊട്ടാണ് EA സ്പോർട്സ് ഈ ഒരു പ്രവചനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തൊട്ട് ഇതുവരെയുള്ള എല്ലാ വേൾഡ് കപ്പും ആര് ജയിക്കും എന്നുള്ളത് കൃത്യമായിട്ട് അവർ പ്രവചിച്ചു. അത് തന്നെ സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു പ്രവചനത്തിനെ എങ്ങനെ ഇവർ അർജന്റീന മറികടക്കും, അല്ലെങ്കിൽ ആ ഒരു പ്രവചനത്തിനെ അർജന്റീന എങ്ങനെ തെറ്റിക്കും എന്നുള്ളത് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ടാക്ടിക്കലി അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കലി മറികടക്കുക എന്ന് പറഞ്ഞാൽ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടഫായിട്ടുള്ള കാര്യം. കാരണം മെസ്സിയെ പോലെ തന്നെ അത്ര എക്സെപ്ഷണലായിട്ട് പെർഫോം ചെയ്ത വേറെ ആരാണ് ആ ടീമിലുണ്ടായിരുന്നത്? പ്രത്യേകിച്ച് അറ്റാക്കേഴ്സിൻ്റെ കാര്യം വരുമ്പോൾ ആരും ഇല്ലെന്ന് വേണം പറയാൻ. പിന്നെയും കുറച്ചുകൂടെ നന്നായി കളിച്ച മെസ്സിക്ക് ശേഷം ഏറ്റവും നല്ല പ്ലെയർ എന്ന് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താൻ പറ്റുന്നത് മാർട്ടിനസിനെയാണ്, അതായത് ലിസാൻഡ്രോ മാർട്ടിനസിനെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സിസ്റ്റമാറ്റിക്കലി അർജന്റീനനെ പൂട്ടാൻ സ്പെയിനെ കൊണ്ട് പറ്റി. അതായത് അർജന്റീന ഒരു ഗെയിം സ്റ്റൈൽ പറഞ്ഞാൽ അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുക, ബോൾ വിൻ ചെയ്യുക, ഫിസിക്കാലിറ്റി, ഇതൊക്കെയാണ് ചെയ്യുക. പക്ഷെ അതൊന്നും ഇന്നലെ കാര്യമായിട്ട് വില പോയില്ല. അതുമാത്രമല്ല, ഈ പറഞ്ഞ പോലെ മെസ്സിനെ പോലും പൂട്ടേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. കാരണം മെസ്സിയിലേക്ക് ബോൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബിൽഡപ്പ് പ്ലേ പോലും നടത്താനുള്ള ഒരു സ്പേസ് സ്പെയിന് കൊടുത്തില്ല. സ്പെയിനിൻ്റെ ആ ഒരു സിസ്റ്റം അത്രയും ഗംഭീരമാണെന്നുള്ളതിൻ്റെ ഒരു കാര്യം, ഒരു ഡിസേർവ്ഡ് വിന്ന് തന്നെ പറയണം. അതായത് ഈ ഒരു വേൾഡ് കപ്പ് വിജയിക്കാൻ ഇത്രയും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു മറ്റൊരു ടീം ഈ ടൂർണമെന്റിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആദ്യ മത്സരം സമനിലയിൽ തുടങ്ങിയപ്പോൾ ഈ സ്പെയിനെ വെച്ച് എന്ത് ചെയ്യാനാണ്, പൊസഷൻ വെച്ച് എന്ത് ചെയ്യാനാണ്, ബോൾ വീട്ടിൽ കൊണ്ടുപോകാനാണോ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച കുറേ പേരുണ്ട്. അവർക്കൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കും കൂടി ചെയ്തു. കാരണം അവരുടെ കോച്ച് ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഈ കണ്ട സ്പെയിനെല്ലാം നിങ്ങൾ കാണാൻ പോകും. അതെ, ആ പറഞ്ഞ പോലെ തന്നെ സ്പെയിൻ ഓരോ മത്സരം കഴിയുന്തോറും ഇമ്പ്രൂവ് ആയി വരികയും ആ ഒരു കൂടുതൽ ടീം ജെല്ലാവുകയും അതിനനുസരിച്ചുള്ള പെർഫോമൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഫ്രാൻസിനെ ആര് തോൽപ്പിക്കുന്നോ അവരാണ് ഈ പ്രാവശ്യത്തെ കപ്പ്. അതെ, അപ്പൊ സെമി ഫൈനലിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചിട്ടാണ് സ്പെയിൻ ഇവിടെ വന്നിട്ടുള്ളത്. മാത്രമല്ല സെമി ഫൈനലിൽ വന്ന 4 ടീമുകൾ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, സ്പെയിൻ, അർജന്റീന. ഇതിൽ ഓബ്വിയസ്ലി വീക്കർ ആയിട്ടുള്ള ഒരു ടീം അർജന്റീനയാണ്. അർജന്റീന ഇത്ര പേര് എത്തിയതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ആ മെസ്സി ഫാക്ടറാണ്. ആ ടീം സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മെസ്സി സെൻറ്റേഡ് ആയിട്ടാണ്. ആ ഒരു മെസ്സിക്ക് വേണ്ടി ഒരു വേൾഡ് കപ്പ്, ആ മെസ്സിനോടുള്ള ആരാധന, അതൊക്കെ ഒരു ഫ്യൂലായിട്ട് യൂസ് ചെയ്തിട്ടാണ് ആ ടീം തന്നെ മുന്നോട്ട് പോകുന്നുണ്ടായത്. അപ്പോൾ പലപ്പോഴും നമ്മളൊരു ആശങ്ക പ്രകടിപ്പിച്ച പോലെ മെസ്സി പെർഫോം ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ മെസ്സിനെ പെർഫോം ചെയ്യാൻ ആരും വിട്ടില്ലെങ്കിൽ, ഓപ്പോസിറ്റ് ടീം അനുവദിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ഈ ടീം അതിനെ മറികടക്കുക എന്നുള്ളത്. പലപ്പോഴും അത് മറികടന്ന് വരാൻ അവരെ കൊണ്ട് പറ്റി. പക്ഷെ സ്പെയിനെ പോലെ ഒരു ക്വാളിറ്റി ഉള്ള ടീം ഓപ്പോസിറ്റ് വന്ന സമയത്ത് അതിനെ മറികടക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല. അതാണ് 117ാമത്തെ മിനിറ്റിലാണ് ഇവരുടെ ആദ്യത്തെ ഷോട്ട് തന്നെ വരുന്നത്. ഓൺ ടാർഗറ്റ് അല്ല, ഷോട്ട് വരുന്നത്. ആകെ ഈ മാച്ചിൽ ആകെ 2 ഷോട്ടേ അവർക്ക് ഉണ്ടായുള്ളൂ. അതേസമയം നമുക്ക് സ്പെയിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ അവർക്ക് 20 ഷോട്ടുകൾ ഉണ്ടായിരുന്നു, 65% പൊസഷനും ഉണ്ടായിരുന്നു. പിന്നെ ഈ 11 സേവുകളാണ് എമിലിയാനോ മാർട്ടിനസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അത് ലാസ്റ്റ് ആയപ്പോൾ നല്ല കിഡിലൻ ഷോട്ടുകളായിരുന്നു സ്പെയിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതെല്ലാം എമിലിയാനോ മാർട്ടിനസിൻ്റെ ആ ഒരു മികവ് കൊണ്ട് മാത്രമാണ് അർജന്റീനയ്ക്ക് അത് പ്രതിരോധിച്ച് വെക്കാൻ പറ്റിയത്. അതാണ് ഈ ടൂർണമെന്റിൽ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസ് പുറത്തെടുത്ത മത്സരമായിരുന്നു എമിലിയോ മാർട്ടിനസിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഫൈനലിൽ ഇത്രയധികം അദ്ദേഹത്തിന് പണിയെടുക്കേണ്ടി വന്നിട്ടില്ല. ഇതിന് മുന്നേ അത്രയും കമ്മിറ്റഡ് ആയിട്ട് എമിലിയാനോ മാർട്ടിനസ് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിച്ച അറ്റ്ലീസ്റ്റ് പെനാൽറ്റി വരെ ഇത് പോകാൻ പറ്റും, കാരണം അമ്മാതിരി സേവ്സ് ആണ് നടത്തുന്നുണ്ടായിരുന്നത്. പക്ഷേ സ്പെയിനിന് എപ്പോഴും സംഭവിക്കുന്ന പോലെ അവർ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സബിനെ എടുത്ത് വെച്ചിട്ട്, ഇപ്പോൾ മിക്കേൽ മെറീനോ, നിക്കോ വില്യംസ് ഒക്കെ ഇഞ്ചുറി കാരണമാണ് സ്റ്റാർട്ടിങ്ങിൽ വരാത്തത്. പിന്നെ ഫെറാൻ ടോറസ്. അപ്പോൾ ഇവരൊക്കെ ഇതിന് മുന്നേയുള്ള മത്സരങ്ങളിലും സ്പെയിനിന് വേണ്ടിയിട്ട് ഒരു ഇമ്പാക്ട്ഫുൾ സബ്ബായിട്ട് ഇറങ്ങി വന്നിട്ട് മത്സരത്തിന് ഫുള്ള് മാറ്റിയിട്ടുള്ള ആൾക്കാരാണ്. മിക്കേൽ മെറീനോയ്ക്ക് മറ്റൊരു വലിയൊരു ബിഗ് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഹെഡ് ചെയ്ത് കറക്റ്റ് അത് ഉള്ളിലേക്ക് ആക്കാൻ പറ്റിയില്ല. അപ്പോൾ എപ്പോഴത്തെയും പോലെ ആ ഒരു ഇമ്പാക്റ്റ് മിക്കേൽ മെറീനോയും കാണിച്ചു. പക്ഷേ ഫെറാൻ ടോറസ് എപ്പോഴും ബാഴ്സക്കാർ പോലും പലപ്പോഴും പരിഹസിക്കുന്ന വിൽക്കണം എന്നൊക്കെ പറഞ്ഞൊരു പ്ലെയറാണ് ഫെറാൻ ടോറസ്. അവസാനം ഫെറാൻ ടോറസ് PSG പോകുന്നു പറയുമ്പോൾ അതേ ബാഴ്സ ഫാൻസൊക്കെ കരയുന്ന ഒരു അവസ്ഥയും കൂടെ ഉണ്ടായിട്ടുണ്ട്. എനിവേ, ആ ഒരു ഫെറാൻ ടോറസ് സ്പെയിനിന് വേണ്ടി ഒരു ക്ലച്ച് മൊമെൻറ്റ്, അതും വേൾഡ് കപ്പ് ഫൈനലിൽ ഒരു ക്ലച്ച് മൊമെൻറ്റ് വരികയും ഡിസേർവ്ഡ്ലി സ്പെയിനിന് വിജയം കൈവരിക്കാൻ പറ്റുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അർജന്റീനയ്ക്ക് പാളിപ്പോയത് എവിടെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് സംഭവം ലിസാൻഡ്രോ മാർട്ടിനസിന് പരിക്ക് പറ്റിയപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, ആദ്യം തന്നെ സബ്ബായിട്ട് ഇറക്കേണ്ടി വന്നു. അതെ,
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെസ്സിക്ക് ശേഷം ഈ ടൂർണമെന്റിൽ അർജന്റീനയിൽ ഒരു മികച്ച പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ നിസ്സംശയം തന്നെ ലിസാൻഡ്രോ മാർട്ടിനസ് എന്ന് പറയാൻ പറ്റും. കാരണം നമ്മൾ പ്രതീക്ഷ പോലെ ഹൂലിയൻ ആൽവരസോ ലോട്ടാറോ മാർട്ടിനസോ അവരുടെ ഭാഗത്തുനിന്നൊന്നും വലിയ ആ ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ കണ്ട തരത്തിലുള്ള പെർഫോമൻസ് ഒന്നും വന്നിട്ടില്ല. മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്ന എൻസോ ഫെർണാണ്ടസും മെക്കാലിസ്റ്ററൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. പക്ഷെ അങ്ങനെ ഒരു എക്സെപ്ഷണൽ എന്നൊന്നും പറയാനുണ്ടായിരുന്നില്ല. പല മത്സരങ്ങളിലും വിജയത്തിന് കാരണമായ ഗോളാവട്ടെ, ടാക്കിളാവട്ടെ, അല്ലെങ്കിൽ ഡിഫൻസീവ് പരിപാടികളാവട്ടെ, എല്ലാം കൊണ്ടും ലിസാൻഡ്രോ മാർട്ടിനസ് ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യിച്ച ഒരാൾ. ലിസാൻഡ്രോ മാർട്ടിനസ് പരിക്ക് പറ്റി ഫസ്റ്റ് ഹാഫിന് മുന്നേ ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു പേടി തുടങ്ങിയിട്ടുണ്ടാവും അർജന്റീന ഫാൻസിനാണെങ്കിലും ടീമിനാണെങ്കിലും. അപ്പോൾ കൂടെ ആയിരിക്കും ഇനി കൂടുതൽ പ്രതിരോധത്തിൽ അല്ലെങ്കിൽ ഡിഫൻസീവിലേക്ക് മാറുക. കാരണം സ്പെയിനിൻ്റെ നിന്ന് ബോൾ കിട്ടുന്ന കൂടിയില്ല. അപ്പോൾ കൂടുതൽ ഡിഫൻസീവിലേക്ക് പോകാമെന്ന് അവരപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും. ഓട്ടോമെന്റിയാണ് പകരം വന്നത്. അതിനുശേഷം സംഭവിച്ചതാണ് എൻസോ ഫെർണാണ്ടസിന്റെ റെഡ് കാർഡ്. ഓൾറെഡി സെക്കൻഡ് യെല്ലോ. അതെ, ഓൾറെഡി ഒരു യെല്ലോ കാർഡിലുണ്ടായിരുന്ന എൻസോ ഫെർണാണ്ടസ് എന്തിനാണ് അങ്ങനെ ഒരു ചലഞ്ചിന് പോയെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ആ സെക്കൻഡ് ചലഞ്ച് എന്തായാലും ഡയറക്റ്റ് റെഡിനുള്ള ചലഞ്ച് അല്ല, പക്ഷേ ഒരു യെല്ലോനുള്ളതോ അല്ലെങ്കിൽ ഒരു ഫൗളിനുള്ള ഒരു ചലഞ്ചുണ്ട്. ഓൾറെഡി വാണിംഗ് കിട്ടിയ ഒരാൾ വീണ്ടും അത്തരത്തിലുള്ള ചലഞ്ച് ചെയ്യുമ്പോൾ ഓബിയസ്ലി യെല്ലോ കാർഡ് കൊടുക്കും, റെഡ് കൊടുത്ത് പോകേണ്ടി വന്നു. അതോടെ തന്നെ അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും അർജന്റീന ഈ മത്സരം വിജയിക്കാൻ പോകുന്നില്ല. എന്നിട്ട് പോലും പല അറ്റാക്കിംഗ് മൊമെന്റ്സ്, സ്പെയിനിൻ്റെ അറ്റാക്കിംഗ് മൊമെന്റ്സ് ആണെങ്കിലും ഷോട്ടുകളാണെങ്കിലും തടയാൻ എമി മാർട്ടിനസിന്റെ ആ ഒരു ബ്രില്യൻസിനെ കൊണ്ട് സാധിച്ചു. അപ്പോൾ ഒരു അർജന്റീനയുടെ ഒരു ഗെയിം പ്ലാൻ എന്ന് വെച്ചാൽ മേ ബി മിക്കവാറും ഇതിനെ ആ ഒരു എമിലിയോ മാർട്ടിനസിന്റെ ബ്രില്യൻസ് വെച്ചിട്ടും ഡിഫൻസ് അത്ര നേരം ആക്ച്വലി അർജന്റീനയുടെ ഡിഫൻസ് നന്നായിരുന്നു. കുറേ ഷോട്ട്സ് വന്നെങ്കിലും അവർ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തൊരു മത്സരമായിരുന്നു. പിന്നെ ആ ഗോളിയുടെ മേലുള്ള ഒരു ട്രസ്റ്റും അവിടെ ഒരു മെയിൻ ഫാക്ടർ ആയിട്ടുണ്ട്. ഇതിനെങ്ങനെയെങ്കിലും പെനാൽറ്റി വരെ തള്ളിക്കൊണ്ട് പോയിട്ട് എമിലിയാനോ മാർട്ടിനസിൻ്റെ ആ ഒരു എക്സെപ്ഷണൽ ട്രാക്ക് റെക്കോർഡ്, പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്കൊക്കെ വരുമ്പോൾ ആ ട്രാക്ക് റെക്കോർഡിനെ മുതലെടുത്തുകൊണ്ട് വീണ്ടും മറ്റൊരു കപ്പ് ഉയർത്താന്നുള്ളൊരു പ്ലാൻ അർജന്റീനയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവും. കാരണം മെസ്സി അല്ലാതെ അത്ര എക്സെപ്ഷണൽ ആയിട്ട് പെർഫോം ചെയ്യുന്ന വേറെ ആരും ഇല്ലാത്തൊരു ടീമിൽ അങ്ങനെ ഒരു ഗെയിം പ്ലാൻ വെച്ചതിൽ തെറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു ചാമ്പ്യൻസിന്റെ ഭാഗത്തുനിന്ന് കാണുന്ന ഒരു മത്സരം, പ്രത്യേകിച്ച് ഫൈനലിൽ കാണുന്ന ഒരു മത്സരമല്ല നമ്മൾ കണ്ടത്. ഒരു ഷോട്ട് പോലും എക്സ്ട്രാ ടൈമിന്റെ സെക്കൻഡ് ഹാഫ് വരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ശോകം തന്നെ പറയേണ്ടി വരും. പക്ഷേ അർജന്റീനനെ അങ്ങനെ കുറ്റം പറയുമ്പോഴും അർജന്റീന അങ്ങനെ ചെയ്യാൻ വിട്ടില്ല. അത്രയും എക്സെപ്ഷനിലായിരുന്നു സ്പെയിൻ. അർജന്റീനയ്ക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാച്ചിട്ടൊന്നും ആയിരിക്കില്ല. പക്ഷേ ആ സ്പെയിനിൻ്റെ ആ സിസ്റ്റം, ആ വർക്കിംഗ് ആയിട്ടുള്ള സിസ്റ്റം, അവൻ്റെ ടാക്ടിക്സ്, ആ ഒരു ടീം, അവൻ്റെ എക്സെപ്ഷണൽ ക്വാളിറ്റി, അതും വളരെ യങ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള പിള്ളേർ, അവരെ കൊണ്ട്, അതും മെസ്സി ഫാൻസ് ആയിട്ടുള്ള പിള്ളേർ, അവർ തന്നെ മെസ്സിക്ക് നല്ലൊരു ട്രിബ്യൂട്ടോ അല്ലെങ്കിൽ യാത്രയായപ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തെ അവർ തന്നെ ഇല്ലാതെയാക്കി. അതിൻ്റെ ഒപ്പം പറയേണ്ടതാണ് കുബാർസി ഡിഫെൻസീവിൽ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ. അതുകൊണ്ടായിരിക്കും യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് കുബാർസിക്ക് കിട്ടിയത്. അതാണ് പിള്ളേരുടെ കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് നമ്മളെപ്പോഴും ഈ സ്പെയിൻ ടീമിനെ പറയുമ്പോൾ ലെമീൻ യമാലിനെ പറയും, റോഡ്രിനെ പറയും, അങ്ങനെ കുറച്ച് ആൾക്കാരെ പറയും. പക്ഷേ അധികം ഒന്നും പറയാതെ, പക്ഷേ പ്രത്യേകിച്ച് ഇന്നലത്തെ മത്സരത്തിൽ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ട് കണ്ട ഒരു താരമായിരുന്നു പാവോ കുബാർസി, ബാഴ്സയുടെ ലാമാസിയ ചെക്കൻ. അപ്പോൾ വളരെ മികച്ച എക്സെപ്ഷണൽ ആയിട്ടൊരു പെർഫോമൻസ് പുറത്തെടുക്കുകയും ആ ഡിഫൻസിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്തു എന്ന് തന്നെ പറയാം. അപ്പോൾ ഡിസേർവ്ഡ്ലി കിട്ടിയൊരു അപ്രീസിയേഷൻ തന്നെയാണ് യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്. അതുപോലെ തന്നെയാണ് റോഡ്രിയുടെ കാര്യം പറയുമ്പോൾ, റോഡ്രിക്ക് ഇതുവരെ ഒരു അസിസ്റ്റും ഇല്ല, ഒരു ഗോള് പോലും ഇല്ല. പക്ഷേ റോഡ്രി ആ സ്പെയിൻ ടീമിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അതായത് ബോൾ സ്പെയിൻ്റെ ഗെയിം പ്ലേ തന്നെ കൺട്രോൾ ചെയ്ത് കളിക്കുന്നതാണ്. ആ ഒരു കൺട്രോൾ ചെയ്ത് കളിക്കുന്നതിൽ റോഡ്രി കൊടുക്കുന്ന ഇമ്പാക്റ്റ് എത്രത്തോളാണെന്നുള്ള അതിൻ്റെ ഒരു റിസൾട്ടായിട്ടായിരിക്കും പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് റോഡ്രിക്ക് കിട്ടിയത്. അതെ, ആ ബാലൻഡിയോർ കിട്ടിയ സമയത്ത് റോഡ്രിക്ക് ACL ഇഞ്ചുറി വന്നിട്ടുണ്ടായിരുന്നു. ACL ഇഞ്ചുറി വന്നതിന് ശേഷം അതുവരെയുള്ള ഒരു റോഡ്രിയുടെ പെർഫോമൻസ് അതിനുശേഷം പിന്നെ കണ്ടിട്ടില്ല, സിറ്റിയിലാണെങ്കിലും സ്പെയിനിലാണെങ്കിലും. അപ്പം അങ്ങനെ വരുമ്പോൾ റോഡ്രി ഇങ്ങനെ നിറമങ്ങി വരികയാണെന്ന് വിചാരിക്കുന്ന സമയത്താണ് ഈ ടൂർണമെന്റിൽ വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ ഒരു വേൾഡ് ക്ലാസ് പെർഫോമൻസ്, അല്ലെങ്കിൽ ഒരു വേൾഡ് ക്ലാസ് ക്യാമ്പയിനാണ് റോഡ്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അപ്പോൾ പലരും ചോദിക്കുന്നത് ഗോളില്ല, അസിസ്റ്റ് ഇല്ല, മെസ്സിക്ക് കൊടുക്കായിരുന്നില്ലേ, മെസ്സി ഈ പ്രായത്തിൽ 8 ഗോളും 4 അസിസ്റ്റും ആയിട്ട് ഇരിക്കുന്നത്, അപ്പോൾ മെസ്സിക്ക് അല്ലേ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മെസ്സിക്ക് അതിന് അർഹതയുണ്ടോ ചോദിച്ചാൽ അർഹതയുണ്ട്. പക്ഷേ ഈ സ്റ്റാറ്റ്സ് നോക്കി, നമ്പേഴ്സ് നോക്കി, ഗെയിം കാണാതെ ഹൈലൈറ്റ്സ് മാത്രം കാണുമ്പോൾ തോന്നുന്നൊരു പ്രശ്നമാണ്. കാരണം സ്പെയിനിൻ്റെ ഗെയിം നമ്മൾ ഒബ്സർവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ബിൽഡപ്പ് പ്ലേ ആവട്ടെ, ഡിഫൻസീവിലേക്ക് വരുമ്പോൾ അത് ബോൾ വിൻ ചെയ്യുന്ന, റിക്കവറി, ഇന്റർസെപ്ഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഔട്ട് ആൻഡ് ഔട്ട്, ഫ്രണ്ടിലും ബാക്കിലും റോഡ്രി കാണിച്ച ഒരു പെർഫോമൻസ്, കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രസൻസ്, അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഡിസേർവ്ഡ്ലി റോഡ്രിക്ക് അത് കൊടുത്തതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ മെസ്സി അതിന് അർഹിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അർഹിക്കുന്നുണ്ട്. കാരണം ഈ പ്രായത്തിൽ മെസ്സിയുടെ ഒറ്റൊരാളുടെ മികവിലാണ് ഗ്രൂപ്പ് സ്റ്റേജിലോ അല്ലെങ്കിൽ റൗണ്ട് ഓഫ് 16 ഏതെങ്കിലും ഒരു നോക്കൗട്ടിൽ പുറത്തു പോകേണ്ട ഒരു ടീം ഇതുവരെ എത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം കൊണ്ടും 39 വയസ്സിൽ ഇത്രയും വലിയൊരു ജനറേഷനിലായിട്ടുള്ള മറ്റൊരു വേൾഡ് കപ്പ് ടൂർണമെൻറ്റ് ക്യാമ്പയിന് നടത്താൻ പറ്റി എന്നുള്ളത് കൊണ്ടും മെസ്സി അതിന് അർഹനാണ്. പക്ഷേ സ്റ്റിൽ ആ ഒരു ഗെയിമിന് അൾട്ടിമേറ്റ്ലി ഫൈനലിൽ പോലുള്ള ഒരു ബിഗ് സ്റ്റേജിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റും അതിലൊരു പ്രധാന പോയിന്റാണ്. അതുകൊണ്ട് തന്നെ റോഡ്രിക്ക് അത് കൊടുത്തതിൽ യാതൊരു കുഴപ്പമില്ല, അതിലൊരു തർക്കത്തിൻ്റെയും കാര്യമില്ല. ഇത് രണ്ടും പറയുന്ന ഒപ്പം തന്നെയാണ് നമുക്ക് ഉണൈ സിമൻസിന്റെ ഗോൾഡൻ ഗ്ലോവിനെ പറ്റി പറയേണ്ടത്. ആകെ ഒരു ഗോൾ മാത്രമേ സ്പെയിൻ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു അത് ഈ വേൾഡ് കപ്പ് ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ സ്റ്റാറ്റസ് ആണ്. അതായത് ഏറ്റവും
കുറവ് ഗോൾ കൺസീഡ് ചെയ്യുന്ന ഒരു ടീമായിട്ട്. അപ്പോൾ ഉണൈ സിമൻസിനെ പറ്റി എന്താണ് അഭിപ്രായം? അവിടെ ഡേവിഡ് റായ് ഉണ്ട്, ആർസണലിൻ്റെ ഗോളി. ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കുന്ന ജോവാൻ ഗാർസി ഉണ്ട്. ഇവരെ കൂടാതെ എപ്പോഴും ഉനായ് സിമണിനെ എന്തുകൊണ്ടാണ് ലാഫുവൻ്റെ, അതായത് അവരുടെ കോച്ച്, സ്പെയിനിൻ്റെ കോച്ച് ട്രസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന ഗോളിയായിട്ട് എന്നുള്ളത് പലപ്പോഴും ഒരു ചോദ്യം വരുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഒരു ചാൻസ് കൊടുക്കുന്നില്ല എന്നൊക്കെ. കാരണം ആർസണലിനാണെങ്കിലും ആർസണൽ ഇത്തവണ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആണ്. അപ്പോൾ അവർക്ക് അവിടെ ആ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു മേജർ റോള് പ്ലേ ചെയ്തൊരു ഗോളിയാണ് ഡേവിഡ് റായ്. ഡേവിഡ് റായ് ആണ് ഇത്തവണ പ്രീമിയർ ലീഗിൽ ഗോൾഡൻ ഗ്ലോവ് വിന്നറും. അപ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇറക്കിയില്ല? കാരണം പ്രീമിയർ ലീഗ് എല്ലാവരും പറയുന്നത് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ലീഗാണ്. ലാലിഗ അങ്ങനെ തന്നെയാണ്, ലാലിഗയിലാണ് ഉനായ് സിമോൺ കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് ചാൻസ് കൊടുത്തില്ല, എന്തുകൊണ്ടാണ് ഈ കോച്ച് ഉനായ് സിമോണിനെ ഇത്രയും ട്രസ്റ്റ് ചെയ്തെന്നുള്ളത് മനസ്സിലാക്കിക്കുന്ന മറ്റൊരു മത്സരമായിരുന്നു. കാരണം ഇന്നലെയും നമുക്ക് ഇതിനു മുന്നേ പല മത്സരങ്ങളിൽ കണ്ട പോലെ അദ്ദേഹം ബോക്സ് വിട്ട് ഫ്രണ്ടിലേക്കൊക്കെ വന്ന് ക്ലിയർ ചെയ്യുന്ന സീനും അതെ അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് ഈ വേൾഡ് കപ്പ് ടൂർണമെന്റിൽ നടത്തിയത്. ക്ലീൻ ഷീറ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഉണ്ടെങ്കിലും അതിനൊപ്പം തന്നെ സ്പെയിനിന്റെ ആ ഒരു ഡിഫൻസീവ് സ്ട്രക്ചർ, അതെ അതിന്റെ ഒരു ക്വാളിറ്റിയും കൂടെയാണ് അതിലേക്ക് വന്നത്. അതെല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ സ്പെയിനിന് അങ്ങനെ ഒരു ഫീറ്റും കൂടെ അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിലൊരു കാര്യം. ഇത്തവണ അർജന്റീന ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ളത് ഡീമരിയനെ പോലുള്ള ഒരു പ്ലെയറാണ് അറ്റാക്കിങ്ങിൽ. കാരണം ഈ ബാക്കിയുള്ളവരെല്ലാം ഓഫ് ആകുമ്പോൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ടീം ഓഫ് ആക്കുമ്പോൾ മെസ്സിനെ അടക്കം പൂട്ടാനൊക്കെ നോക്കുമ്പോൾ എപ്പോഴും അവിടെ ഒരു അറ്റാക്കിംഗ് ത്രെട്ടായിട്ട് ഒരു ക്ലച്ച് പ്ലെയർ ആയിട്ട് എപ്പോഴും അർജന്റീനയ്ക്ക് ഉണ്ടായിരുന്നത് ഡീമരിയായിരുന്നു. പക്ഷെ ഇത്തവണ ആ ഒരു റോളിലേക്ക് ആർക്കും ഉയരാൻ പറ്റിയില്ല. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഡീമരിയ മറ്റേ ഫൈനലിലൊക്കെ കിട്ടിയ ഗോളും ടൂർണമെന്റിൽ നടത്തിയ പെർഫോമൻസ് ഒക്കെ നമുക്ക് എപ്പോഴും മനസ്സിൽ മായാതെ നിൽക്കുന്ന, അതിനുശേഷം കോപ്പ അമേരിക്കയിലും അത് കണ്ടിട്ടില്ല. പക്ഷെ ഇത്തവണ അത്തരത്തിലൊരു പ്ലെയർ ഉണ്ടായില്ല, അല്ലെങ്കിൽ ഈ 4 വർഷം കൊണ്ട് അങ്ങനെ ഒരു പ്ലെയറിനെ വളർത്തിയെടുക്കാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു മേ ബി ലൊട്ടാറോ മാർട്ടിനസ് അല്ലെങ്കിൽ ഹൂലിയൻ ആൽവാരസ് ഒക്കെ ആ ലെവലിലേക്ക് വരുന്ന പ്രതീക്ഷ ഉണ്ടാവും. പക്ഷേ ഈ ടൂർണമെന്റിൽ ആ 2 പേരുടെ ഭാഗത്തുനിന്നും ഒരു നിറം മങ്ങിയ പെർഫോമൻസ് ആണ് ഉണ്ടായത്. അപ്പം അത്തരത്തിലുള്ള ഒരു പ്ലെയറിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഇന്നലെ സബ് വരുന്ന സമയത്ത് ജൂലിയാനോ സിമിയോണിനെ ഒക്കെ ഇറക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ലൊട്ടാറോ മാർട്ടിനസിനെ ഇറക്കാതിരുന്നത്? കാരണം ലൊട്ടാറോ മാർട്ടിനസ് ഒരു ക്ലച്ച് പ്ലെയർ ആയിട്ട് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ കാണാമായിരുന്നു, ലാസ്റ്റ് വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പോലെ. പക്ഷേ ലൊട്ടാറോ മാർട്ടിനസിനെ ഇറക്കില്ല. അപ്പം തന്നെ സ്കലോണിയുടെ പല ഡിസിഷൻസും തെറ്റായി പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, എന്തുകൊണ്ടാണ് ഈ ഫുൾ ഡിഫൻസീവിലേക്ക് പോയിട്ട് പെനാൽറ്റിയിലേക്ക് പോകാൻ നോക്കി, അതന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. പക്ഷെ കാണുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്ത്, കാരണം ഒരു ശ്രമം പോലും നടക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് അൽവാരസിനൊക്കെ സബ് ചെയ്തിരുന്നു, അതെ സെനസീനെയൊക്കെ ഇറക്കി വിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ്, അപ്പം അങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിലും പറ്റിയ പാളിച്ചകൾ ഉണ്ടായിട്ട് അതിന് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാവും. പക്ഷെ അതെല്ലാം പാളിപ്പോയി എന്ന് വേണം പറയാൻ. ഈ ഇൻഡിവിജ്വൽ ട്രോഫീസ് എല്ലാം സ്പെയിൻ കളിക്കാർ നേടിയെന്ന് പറയുമ്പോഴും ഗോൾഡൻ ബൂട്ട് എംബാപ്പയാണ് നേടിയിരിക്കുന്നത്, 10 ഗോളും 4 അസിസ്റ്റുമായിട്ട്. അപ്പോൾ എംബാപ്പയുടെ പെർഫോമൻസ് ഈ ടൂർണമെന്റിൽ മൊത്തം, അതായത് ഫ്രാൻസ് നമുക്ക് ഒരുപക്ഷെ ഫൈനലിൽ കളിക്കും, ഒരുപക്ഷെ കപ്പ് അടിക്കും എന്ന് കരുതിയതാണ്. പക്ഷെ അവർ സ്പെയിനായിട്ട് സെമിയിൽ പുറത്തായി, ആ ഒരു ചാൻസ് അവർക്ക് മിസ്സായി. അപ്പോൾ എങ്ങനെ കാണുന്നു എംബാപ്പയുടെ ഈ ടൂർണമെന്റിലെ പെർഫോമൻസ്? അതായത് ഈ മേജർ സ്റ്റേജിൽ, അതും വേൾഡ് കപ്പ് പോലുള്ള സ്റ്റേജിൽ ഇത്രയും ഷൈൻ ചെയ്ത്, അത് കൺസിസ്റ്റൻ്റ്ലി ഷൈൻ ചെയ്ത മറ്റൊരു താരം എനിക്ക് തോന്നുന്നു മെസ്സിക്കൊക്കെ ശേഷം എംബാപ്പെ തന്നെയാണ്. കാരണം 2018 വേൾഡ് കപ്പ് എടുത്തു, 2022 ഫൈനലിൽ വന്നു, അന്നും ഗോൾഡൻ ബൂട്ട് കിട്ടി. ഈ തവണയും അതായത് കൺസിക്യൂട്ടീവ് ആയിട്ട് ഗോൾഡൻ ബൂട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അതായത് മെസ്സി ഉണ്ടാക്കിയ എല്ലാ റെക്കോർഡുകളും, അതായത് മറ്റേ മിറോസ്ലാവ് ക്ലോസയുടെ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചു എന്നുള്ള റെക്കോർഡ് മെസ്സി മറികടക്കുമ്പോൾ ഇതേ വേൾഡ് കപ്പിൽ തന്നെ അതിന്റെ ഒപ്പം തന്നെ പിന്നാലെ വന്ന് അവസാനം 3rd പ്ലേസ് ടൂർണമെന്റിൽ അതും മറികടന്ന് ഇപ്പോൾ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുള്ള താരമായിട്ട് എംബാപ്പെ മാറിയിരിക്കുകയാണ്. മാത്രമല്ല ഗോൾഡൻ ബൂട്ടും അതും മെസ്സി ആയിട്ടായിരുന്നു കോമ്പറ്റീഷൻ. അപ്പോൾ അതിനും മറികടന്ന് അതും നേടിയെടുക്കാൻ എംബാപ്പയ്ക്കായി. ഇപ്പോൾ എംബാപ്പെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു റയലിൽ കഴിഞ്ഞ സീസണിൽ ഗോളുകൾ ഉണ്ടെങ്കിലും ഗോൾഡൻ ബൂട്ട് വിന്നർ ആണെങ്കിലും ആ ഒരു സിസ്റ്റത്തിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ആ ടീമിൻ്റെ ഈഗോ, പ്ലേയേഴ്സിൻ്റെ ഈഗോ എന്നൊക്കെ പറഞ്ഞ് കുറേ വിമർശനമൊക്കെ എംബാപ്പയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രാൻസ് ടീമിലേക്ക് എംബാപ്പെ വരുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞ പോലെ ഫ്രാൻസ് ടീമിൽ എംബാപ്പെ മറ്റൊരു ബീസ്റ്റാണ് ആക്ച്വലി. അപ്പോൾ അത് വീണ്ടും തെളിയിച്ചൊരു സാധനം തന്നെയായിരുന്നു. എംബാപ്പെ തുടർന്നും ഇനിയുള്ള വേൾഡ് കപ്പുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ നമ്പറൊക്കെ ഒരു ജനറേഷണൽ നമ്പറിലേക്ക് തന്നെ മാറുന്നുള്ളത് ഉറപ്പാണ്. ഈ ഇപ്പോഴത്തെ നമ്പേഴ്സ് ഒന്നും ആയിരിക്കില്ല ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഈ മെസ്സിക്കും റൊണാൾഡോയ്ക്കൊക്കെ ശേഷം നമ്മൾ പറയുന്ന അടുത്തൊരു യുഗത്തിലെ ഹാളൻഡ് എംബാപ്പെ റൈവൽറിക്കൊക്കെയാണ് നമുക്ക് ഇനി വരുന്ന കാലത്തേക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളത്. കാരണം അതായത് ഒരു വലിയൊരു യുഗം അല്ലെങ്കിൽ ഒരു എറയുടെ അവസാനത്തിലോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. മെസ്സി, നെയ്മർ, ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവരൊക്കെ ഇനി വേൾഡ് കപ്പ് കളിക്കില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള വിവരം. അതിൽ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത തീരെ കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇനി വരുന്ന വേൾഡ് കപ്പുകളിൽ അല്ലെങ്കിൽ കോപ്പ അമേരിക്ക, യൂറോ കപ്പ് അങ്ങനെയുള്ള മത്സരങ്ങൾക്കൊക്കെ നമുക്ക് മുതൽക്കൂട്ടാവുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്ന കുറേ യങ് ടാലൻസും ഇത്തവണത്തെ വേൾഡ് കപ്പിൽ ഉണ്ടായിട്ടുണ്ട്. വരും കാലത്തേക്ക് ഉറ്റുനോക്കാവുന്ന മത്സരങ്ങളൊക്കെ തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അതിൽ ആ ഒരു ഹോപ്പിൽ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം. അടുത്തത് 2030 വേൾഡ് കപ്പ് വരുന്നത്. സ്പെയിൻ, മൊറോക്കോ, പോർച്ചുഗൽ അവിടെ ഏറ്റായിരിക്കും. പിന്നെ ഫിഫ വേൾഡ് കപ്പിൻ്റെ 100ാമത്തെ വാർഷികം ആയതുകൊണ്ട് അർജന്റീന, ഉറുഗ്വേയിലും ഒരു 2 മാച്ചുകൾ വെച്ചുണ്ടാകും. അതിലേക്കാണ് ഇനി അടുത്ത പ്രതീക്ഷകളൊക്കെ നിൽക്കുന്നത്.